ചരിത്രം മറക്കരുത് എപ്പിസോഡ് 7. ഒരു കാലത്ത് കേരളത്തിനെതിരെ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമായിരുന്നു ഇവിടെ വ്യവസായം വളരില്ല, പുറത്തുനിന്ന് വ്യവസായികൾ വരില്ല എന്നൊക്കെ. പക്ഷേ ഇന്ന് സ്ഥിതി ആകെ മാറി. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ബാക്കിയുള്ളതൊക്കെ കുപ്രചരണങ്ങളാണ്. അവരെന്തായാലും നമുക്ക് തിരുത്താൻ പറ്റില്ല. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചും കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാനാണെന്ന പേരിൽ UDF സർക്കാരുകൾ നടത്തിയിട്ടുള്ള ഗിമ്മിക്കുകൾ. അതൊക്കെ നമുക്കറിയാം അല്ലേ? ജിമ്മും അമാജിങ് കേരളയും എന്ന് വേണ്ട എന്തെല്ലാം കലാപരിപാടികളായിരുന്നു. എന്നിട്ട് അവരിവിടെ എത്ര വ്യവസായം കൊണ്ടുവന്നു. കേരളത്തെ ഇന്ത്യയിലെ IT വ്യവസായത്തിന് മുൻഗാമികളാക്കി മാറ്റിയ ടെക്നോ പാർക്ക് ഇടതുപക്ഷം കൊണ്ടുവന്നതാണെന്ന് ആരും മറക്കരുത്. വാചകമടിയും ആഘോഷവുമല്ല, പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതെന്ന ലൈനിലാണ് 2016 അധികാരമേറ്റെടുത്ത പിണറായി വിജയൻ സർക്കാർ പിടിച്ചത്. അന്നത്തെ സർക്കാരിൽ മന്ത്രിയായിരുന്ന EP ജയരാജനും ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി P രാജീവും ഒക്കെ കട്ടയ്ക്ക് നിന്നതോടെ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം പാടെ മാറി. അനുമതികൾ ലഭ്യമാക്കാൻ ഏകജാലക സംവിധാനം ഉൾപ്പെടെ നമ്മൾ കൊണ്ടുവന്നു. KSIDC പോലുള്ള സ്ഥാപനങ്ങൾ മുഖേന പുതിയ നിക്ഷേപകരെ ആകർഷിക്കാൻ നടപടികളെടുത്തു. MSME സെക്ടറിന്റെ വളർച്ചയ്ക്ക് വായ്പകൾ ഉദാരമാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്താൻ ആധുനികവൽക്കരണം കൊണ്ടുവന്നു. പ്രൊഫഷണലുകളെ തലപ്പത്ത് നിയമിച്ചു. സമഗ്രമായ വ്യാവസായിക നയം കൊണ്ടുവന്ന് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ അപ്പാടെ മാറ്റി തീർത്തു. UDFന്റെ കാലത്ത് 1 ലക്ഷത്തിൽ താഴെ, കൃത്യമായി പറഞ്ഞാൽ വെറും 82,000 മാത്രമായിരുന്നു MSME അഥവാ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതെങ്കിൽ ഇപ്പോഴത് 3 ലക്ഷത്തിന് മുകളിലാണ്. അതായത് പുറത്തുനിന്ന് നിക്ഷേപകരെ കൊണ്ടുവരിക മാത്രമല്ല, കേരളത്തിലുള്ള വനിതകൾ ഉൾപ്പെടെയുള്ളവരെ ചെറുകിട സംരംഭങ്ങളിലൂടെ നിക്ഷേപകരാക്കാൻ പ്രാപ്തരാക്കുക കൂടിയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. UDF ഭരിച്ചിരുന്നപ്പോൾ 213 കോടി രൂപയുടെ സഞ്ചിത നഷ്ടമുണ്ടായിരുന്ന പൊതുമേഖല ഇപ്പോൾ 890 കോടി രൂപയുടെ സഞ്ചിത ലാഭത്തിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിന് കീഴിൽ മാത്രമല്ല കേട്ടോ, മറ്റ് വകുപ്പുകൾക്കും കീഴിലുണ്ട്. എങ്കിലും വ്യവസായ വകുപ്പിന് കീഴിലാണ് കൂടുതലും. അതുകൊണ്ടാണ് വ്യവസായത്തിന്റെ കണക്ക് പറയുമ്പോൾ അതിൽ പൊതുമേഖലയെ കൂടി മൊത്തത്തിൽ അങ്ങ് പറയുന്നത്. ഇതൊന്നും ജിമ്മും എമർജിങ് കേരളയും പോലെ ഗിമ്മിക്കുകളിലൂടെ നേടിയെടുത്തതല്ല. വ്യവസായ നിക്ഷേപകർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കിയും നടപടികൾ സുതാര്യമാക്കിയും നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുമൊക്കെ നേടിയെടുത്തതാണ്. ചിലർ പറയും കേരളത്തിൽ വ്യവസായികൾക്ക് രക്ഷയില്ല, തങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുകയാണ് എന്നൊക്കെ. അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യവും സ്വാർത്ഥ താല്പര്യങ്ങളുമുണ്ട്. അവരെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ടതില്ല. പോയ പോലെ അവരിങ്ങോട്ട് തിരിച്ചു വന്നോളൂ. വ്യവസായ മേഖലയിൽ വളർച്ചയുണ്ടാകുമ്പോൾ പരോക്ഷ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ കേരളത്തിൽ മെച്ചപ്പെട്ട വേതന വ്യവസ്ഥയിൽ ഇന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് അതിന് അവസരം ഒരുക്കുന്നതും വ്യവസായ വകുപ്പിന്റെ മികച്ച പ്രവർത്തനം മൂലമാണ്. അതുകൊണ്ട് വ്യവസായം വരില്ലെന്നും അവരെ കൊണ്ടുവരാൻ പെടാപ്പാടുപെടണമെന്നും ഒക്കെയുള്ള പഴയ പല്ലവി നമുക്കങ്ങ് മറക്കാം. കേരളം ഇന്ന് അവരുടെ സ്വന്തം നാടാണ്. ആരുടെ? ചെറുതും വലുതുമായ വ്യവസായികളുടെ. അതിലേക്കെത്തിയ ചരിത്രമെങ്കിലും നമുക്ക് മറക്കാതിരിക്കാം.